നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരക്ഷയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയുടെ സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ വലിയ ഒരു അത്ഭുതമാണ് തോന്നുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാകുന്നതും ഇപ്പോൾ അതുതന്നെയാണ്. ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയോടെ യുക്രൈൻ റഷ്യ യുദ്ധത്തിന് പര്യവസാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പ്രബല നേതാക്കൾ ഒരേ വേദിയിൽ എത്തിയിരിക്കുന്നതും അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെയാണ്. റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ സുരക്ഷാ വിങ്ങിന്റെ ദൃശ്യങ്ങൾ പലപ്പോഴും അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ് അത് കാണുമ്പോൾ. പുടിന്റെ ഒരു നോട്ടം, ചലനം, ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് സെക്യൂരിറ്റി വിങ്ങിന് കൃത്യമായി അറിയാം. അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കും. പുടിനും അദ്ദേഹത്തിന്റെ സുരക്ഷാ സേനയും എന്നും ഒരു അത്ഭുതം തന്നെയാണ്. ട്രംപിന്റെ ഗ്രൂപ്പും ഒട്ടും മോശമൊന്നുമല്ല. പക്ഷേ അലാസ്കയിൽ നടക്കുന്ന ചർച്ചയിൽ പുടിനെ വളഞ്ഞിരിക്കുകയാണ് യുഎസിന്റെ സീക്രട്ട് സെക്യൂരിറ്റി സർവീസ്. പുടിന് വലിയ സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുടിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നേരെ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ യുദ്ധക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്തേക്ക് കടക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്നുള്ള അറസ്റ്റ് വാറണ്ടൊക്കെ ഉണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലെ അലാസ്കയിൽ എത്തിയിരിക്കുന്നതും ട്രംപുമായി കൂടിക്കാഴ്ച നടക്കുന്നതുമൊക്കെ. അലാസ്കൻ നഗരമായ ആങ്കറേജിന്റെ വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന യുഎസിന്റെ ജോയിന്റ് ബേസ് എൽമൻഡോർഫ് റിച്ചാർഡ്സൺ സേനാ താവളത്തിൽ നടക്കുന്ന ട്രംപ് പുടിൻ ഉച്ചകോടിക്ക് കനത്ത സുരക്ഷാ വലയമാണ് ഒരുക്കിയിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് 1000 മൈലിൽ താഴെ ദൂരമുള്ള ശീതയുദ്ധകാലത്തെ ഒരു നിരീക്ഷണ കേന്ദ്രമായിരുന്ന ഈ ബേസ് നിയന്ത്രിത വ്യോമാതിർത്തിയും സുരക്ഷിതമായ ഗേറ്റുകളും സൈനിക യൂണിറ്റുകളിലേക്ക് തൽക്ഷണ പ്രവേശനവും ഉറപ്പാക്കുന്നു. മുൻപ് ആങ്കറേജ് മാർപ്പാപ്പയ്ക്കും മുൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗനും ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടെങ്കിലും ഈ ഉച്ചകോടി നഗരത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണെന്ന് അലാസ്കൻ ഗവർണർ മൈക്ക് ഡൺലീവി പറഞ്ഞിരിക്കുന്നത്. ഒരു ഉഭയകക്ഷി യോഗത്തിൽ ഒരു നേതാവിന് ലഭിക്കുന്ന എല്ലാ പരിഗണനകളും അടുത്ത നേതാവിനും ലഭ്യമാക്കണമെന്ന് പരസ്പര ധാരണാ നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പുടിന്റെ നീക്കങ്ങളെ റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുമ്പോൾ യുഎസ് സീക്രട്ട് സർവീസ് പുറത്തൊരു സുരക്ഷാ വലയം കൂടി തീർക്കും. ഇരുവിഭാഗവും പരസ്പരം കാറിന്റെ വാതിൽ തുറക്കുകയോ മറ്റുള്ളവരുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുകയോ ചെയ്യില്ല. യോഗം നടക്കുന്ന മുറിക്ക് പുറത്ത് 10 യുഎസ് ഏജന്റുമാരുണ്ടെങ്കിൽ മറുവശത്ത് 10 റഷ്യൻ ഏജന്റുമാരും നിൽക്കും. തുല്യമായ ആളുകൾ, തോക്കിന് തോക്ക് എന്ന നിലയിൽ എല്ലാം തന്നെ തുല്യമായിരിക്കും. ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികളാണ് ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ തുല്യത നേതാക്കന്മാരുടെ വാഹന വ്യൂഹം മുതൽ പരിഭാഷകരുടെ ഇരിപ്പിടം വരെ നീളും. പൂർണ്ണമായ സുരക്ഷാ പദ്ധതിക്ക് റഷ്യ ഔദ്യോഗികമായി അംഗീകാരം നൽകുന്നതിനായി യുഎസ് സീക്രട്ട് സർവീസ് ഇപ്പോഴും കാത്തിരിക്കുകയാണ് എന്നുള്ള ചില വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച നടക്കുന്ന അലാസ്കയിലെ ഈ നഗരം ചരിത്രപരമായും ഒരുപാട് സവിശേഷതകളുള്ള ഇടമാണ്. കാരണം ഇത് റഷ്യയുടെ ഭൂമിയായിരുന്നു. റഷ്യയിൽ നിന്ന് 1867 യുഎസ് വാങ്ങിയ പ്രദേശമാണ് അലാസ്ക. യുഎസിന്റെ ആർട്ടിക് കേന്ദ്രീകരിച്ചുള്ള ദൗത്യങ്ങൾ നടത്തുന്നത് ഈ താവളം കേന്ദ്രീകരിച്ചാണ്. റഷ്യൻ സംഘത്തെ സേനാ താവളത്തിൽ സ്വീകരിക്കുന്നതിനെ തുടക്കത്തിൽ യുഎസ് എതിർത്തിരുന്നുവെങ്കിലും അതിസുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം JBER-ൽ പാലിക്കപ്പെടുമെന്നുള്ളതിനാൽ പിന്നീട് സമ്മതിക്കുകയായിരുന്നു. നേരത്തെ ജുനാവോ, ഫെയർബാങ്ക്സ്, ആങ്കറേഡ് നഗരങ്ങളാണ് വേദിക്കായി പരിഗണിച്ചിരുന്നത്. ചില അലാസ്കക്കാർ തങ്ങളുടെ സ്വകാര്യ വസതികൾ പോലും ഈ കൂടിക്കാഴ്ചയ്ക്ക് വിട്ടു നൽകാൻ തയ്യാറായിരുന്നു. കാരണം അത്രത്തോളം ചരിത്ര പ്രാധാന്യം ഉണ്ടാകാൻ പോകുന്ന കാര്യമാണല്ലോ. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച വേദിയാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും തങ്ങളുടെ വീട് വിട്ടു നൽകാം എന്നൊക്കെ പ്രഖ്യാപിച്ചതും. യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ പുടിൻ അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നേരിടുന്നതിനാൽ മൂന്നാമതൊരു രാജ്യം ചർച്ചയ്ക്ക് വേദിയാക്കുകയും അത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ടാണ് അലാസ്കയിൽ തന്നെ ചർച്ചയ്ക്ക് തീരുമാനമായത്. റഷ്യയിൽ നിന്ന് വാങ്ങിയ ഭൂമിയായിരുന്നു ഇതെന്ന് പറഞ്ഞല്ലോ. സാമ്പത്തിക ഞെരുക്കവും നോക്കാൻ ആളില്ലാത്തതിന്റെ പ്രശ്നവും ഓരോ ആവശ്യത്തിനും കടൽ കടന്നു പോകേണ്ടതിന്റെ ബുദ്ധിമുട്ടുമൊക്കെ ആയപ്പോൾ റഷ്യയിലെ സാർ ചക്രവർത്തി അലക്സാണ്ടർ രണ്ടാമൻ ഈ ഭൂമി വിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് 1867 മാർച്ച് 30 റഷ്യയും അമേരിക്കയും തമ്മിൽ വിൽപ്പന കരാർ എഴുതുന്നത്. വില $72 ലക്ഷം. ഇന്നത്തെ മൂല്യമനുസരിച്ച് $12.9 കോടി. ആ വർഷം ഒക്ടോബർ 18 അലാസ്ക അമേരിക്കയുടെ നിയന്ത്രണത്തിലായി. ഇന്ന് യുഎസിന്റെ 49ാം സംസ്ഥാനമാണ് അലാസ്ക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ അതിർത്തിയും ഈ ഭാഗത്താണ്.
റഷ്യയുടെ കിഴക്കേ അറ്റത്തുള്ള പ്രദേശവും അലാസ്കയുടെ പടിഞ്ഞാറൻ ഭാഗവും തമ്മിൽ ബെറിംഗ് കടലിടുക്ക് വഴി വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ. അതിനാൽ തന്നെ ചരിത്രപരമായും സാമ്പത്തികപരമായും ഈ പ്രദേശം ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ജനുവരിയിൽ അധികാരത്തിലെത്തിയ ശേഷം തുടക്കത്തിൽ യുക്രൈനിൽ നിന്ന് അകന്നും റഷ്യയോട് ചാഞ്ഞുമുള്ള സമീപനമായിരുന്നു ട്രംപ് സ്വീകരിച്ചിരുന്നത്. പുടിനെ സുഹൃത്താണെന്ന് പറഞ്ഞ് പല അവസരങ്ങളിലും പുകഴ്ത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഈ പറയുന്ന ട്രംപ്. സെലൻസ്കിയെ വിമർശിച്ചുമൊക്കെയാണ് ട്രംപ് തുടക്കത്തിലൊക്കെ സംസാരിച്ചിരുന്നത്. എന്നാൽ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല, തന്നെ കൊണ്ട് അതിന് സാധിക്കുമോ എന്നുള്ള ഒരു ചിന്ത പോലും ഇപ്പോൾ ട്രംപിനെ വേട്ടയാടുന്നുണ്ട്. അതിന് കാരണം തുടക്കത്തിലൊക്കെ വലിയ സൗമ്യനായിട്ടായിരുന്നു പുടിനോട് ട്രംപ് സംസാരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പുടിൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന് ട്രംപിന് ബോധ്യപ്പെട്ടു. ഈ ഒരു ഘട്ടത്തിൽ പിന്നീട് പുടിനെ വിമർശിക്കുന്ന തരത്തിലേക്കൊക്കെ ട്രംപ് എത്തിയിരുന്നു. അയാൾക്ക് ഭ്രാന്തിളകിയിരിക്കുന്നു എന്നൊക്കെ പുടിനെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ട്രംപ് വിമർശനങ്ങളൊക്കെ നടത്തിയിരുന്നു. അതും ലോകം കണ്ടതാണ്. സെലൻസ്കിയെ വൈറ്റ് ഹൗസിൽ നിന്ന് ഇറക്കിവിട്ട നടപടിയും നമ്മൾ കണ്ടതാണ്. പക്ഷേ അതുപോലെ ഒന്നും പുടിനെ ഇറക്കിവിടാൻ ട്രംപിന് കഴിയില്ല. പുടിൻ സെലൻസ്കിയെ പോലെയല്ല. പുടിൻ ഒരു പ്രബലനായ നേതാവാണ്. തൊടാൻ ആരും ഒന്നും ഭയക്കും. അതുകൊണ്ട് തന്നെ ട്രംപും വളരെ മെരുക്കി പുടിനെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഈ ചർച്ചയ്ക്ക് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ യുദ്ധം അവസാനിക്കുമോ? 3 വർഷത്തോളമായി യുദ്ധം തുടങ്ങിയിട്ട് ഇതുവരെ ഒരു സമാധാന ചർച്ചയും ഈ കാര്യത്തിൽ കൃത്യമായി നടപ്പാക്കാൻ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ ഒരു ചെറിയ പ്രതീക്ഷ വന്നിരിക്കുന്നത് പുടിൻ ട്രംപ് കൂടിക്കാഴ്ച തന്നെയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്ത്യൻ സമയം രാത്രിയിൽ 1 മണിയോടുകൂടി ചർച്ച അവസാനിക്കും എന്നാണ് വിവരങ്ങൾ. ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലോകവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.